സുരേഷ്, ഖത്തറിന്റെ നടപടികളെ കുറിച്ച് നമ്മൾ പറയുന്നതിനിടെയാണ് ഖത്തറിൽ മിസൈൽ ആക്രമണം എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്? പൂജ, അക്ഷയ, അല്പം മുൻപാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. 6 മിസൈൽ ആക്രമണം ഇവിടെ ഖത്തറിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും 6 മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഗൾഫ് മേഖലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം മുൻപ് വ്യോമപാത പൂർണ്ണമായും അടച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് വ്യോമപാത അടയ്ക്കുന്നത് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതിന് തൊട്ട് ശേഷമാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളതായ വാർത്തകൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ളതാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ നിന്നുമുള്ള മാധ്യമങ്ങളിലെ വാർത്ത അങ്ങനെയാണ്. ഇവിടെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ 3ാമത്തെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ഉള്ളത് ഖത്തറിലാണ്. അൽ ഉദൈദ് സൈനിക ക്യാമ്പ്. അവിടെ ഏതാണ്ട് 8000-ഓളം അമേരിക്കൻ സൈനികരുണ്ട്. കൂടുതലും വ്യോമസേനയുടെ ഒരു താവളമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ മേഖല, അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായിട്ടും ഒട്ടേറെ ഈ സൈന്യത്തിന്റെ ആശയവിനിമയം നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഖത്തറിലെ ഈ കേന്ദ്രം, അമേരിക്കൻ സൈനിക കേന്ദ്രം എന്ന് പറയുന്നത്. ഈജിപ്റ്റ് മുതൽ കസാഖിസ്ഥാൻ വരെയുള്ള മേഖലകളിൽ വ്യോമ നീക്കം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഖത്തറിലെ അൽ ഉദൈദ്. അവിടേക്ക് ഇത്തവണ ആക്രമണം നടത്തിയെന്നുള്ളതാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്. നേരിട്ട് ഗൾഫ് മേഖലയിലേക്ക് ഇറാനിൽ നിന്നും ഒരു ആക്രമണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. നേരത്തെ തന്നെ ഇറാൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ, മിഡിൽ ഈസ്റ്റിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തും എന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതായത് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചെന്നുള്ള വാർത്ത ഉൾപ്പെടെ ഇപ്പോൾ ഇറാനിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്തകളാണ് പുറത്തുവരുന്ന. 6 മിസൈലുകൾ പതിച്ചെന്നുള്ള വിവരം കൂടിയാണ് പങ്കുവയ്ക്കപ്പെട്ടത്. വ്യോമപാത അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു നടപടികളുടെ ഭാഗമായി.